അത് ശരി, പുലരാൻ നേരത്ത് പോയാൽ മതി, ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ വലിയ തിരക്ക് അഭിനയിച്ചിട്ട് എനിക്കറിയാം പോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. ശരിയാ, അങ്ങനെ വെറുതെ പോവാൻ ആണ്ടവേട്ടന് മനസ്സ് തോന്നണില്ല. ഇതിന്റെ ഉള്ളിൽ ഉണക്കമുന്തിരി നിറച്ചു വെച്ചേക്കല്ല. ഇവിടെ കിടന്ന് അലറി വിളിച്ചാലും ഞാൻ 2-3 വെടി പൊട്ടിച്ചാലും പുറമുള്ളവരാരും അറിയാൻ പോണില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പണിക്കരേട്ടന്റെ ഒരു സൂക്കേസ് ഉണ്ടായില്ലേ, അതേവിടെ വെച്ചേക്കണേ? സീരിയല് തുടങ്ങി. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. ഇനി ഞാൻ ആ മുടി അങ്ങോട്ട് ചുറ്റിപ്പിട്ടിച്ച് ചുമരിലടിച്ച് നെറ്റിപ്പൊട്ടി ചോര ഒലിക്കുമ്പോ പറയും, എന്തൊരു മനപ്പൊരുത്തം, എന്തൊരു മനപ്പൊരുത്തം. ഡോണ്ട് വേ. പണിക്കര കീപ്പിംഗ് തിരക്കേടില്ലല്ലോ ഉണ്ടത്തി ചേച്ചിയെ. ഈ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാ ഇതിങ്ങനെ കീപ്പ് ചെയ്യണം, സേഫായിട്ട്, ആരും കാണാതെ. തുറക്കല്ലേ? അങ്ങേര് ജ്വല്ലറിൽ കീപ്പ് ചെയ്തിരുന്ന ഇച്ചിക്കോളം സ്വർണ്ണം ഞാൻ കഴിഞ്ഞ മാസം അടിച്ചു മാറ്റി. അതുകൊണ്ട് എന്തായി, 2 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്താൻ പറ്റി. മുടുക്കൻ അച്ചടക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ടെൻഷൻ അടിക്കണ്ട, ഇതൊരു നല്ല കാര്യത്തിന് കൊണ്ടുപോണ പൈസയാ. ആശുപത്രിയിൽ നിന്ന് ബോർഡ് എഴുതി വെച്ചിട്ടേ പണിക്കര് കെട്ടിപ്പോയിക്ക് വലിയൊരു ബ്ലേഡ് കമ്പനിയില്ലേ, അവിടെ ഒരു കുട്ടി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണുണ്ടേ. ബില്ല് കണ്ടപ്പോ ദേ കിടക്കണം കുട്ടിയുടെ അച്ഛൻ ബോധം കെട്ട്. അവാർഡ് കിട്ടാണ്ടൊന്നല്ല, വാർഡിലെ ബില്ലടക്കണ്ടേ. പാവങ്ങളാ, അവറ്റ എളപ്പം എങ്ങനെ ഞെക്കി പിഴിഞ്ഞാലും ആ ബില്ലടയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? പണിക്കർ ഈ പെട്ടിയിലിരിക്കുന്ന കാശെടുത്ത് അവിടുത്തെ പെട്ടിയിലിട്ടാൽ അവറ്റകൾക്ക് ആശുപത്രിയിൽ നിന്നും വരാം. ഈ ബ്ലാക്ക് എത്തിരി വൈറ്റ് ആവും. സർക്കാരിന് ആ വകയിൽ നികുതിയും കിട്ടും. എന്തേ മറന്നു നന്നായി. ഇപ്പോഴൊരു കാര്യം ആലോചിച്ച്, ഉണ്ടത്തി ചേച്ചി ഇപ്പൊ പണിക്കർക്ക് വേണ്ടി മാത്രം ചെയ്യണ പണിയില്ലേ, അത് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ചെയ്യണ ഒരാള് ഞങ്ങളുടെ ചേരിയിലുണ്ട്. സറിസു വലിയ യൂണിയൻ അവരുടെ. എന്താ നോക്കണ ഒരു മെമ്പർഷിപ്പ്? ആലോചിച്ചിട്ട് മതി. പോട്രാ സിയടി മൂസേ. ആശുപത്രി കൊടുത്തത് പോട്ടെ, ബാക്കി ഉണ്ടായിരുന്നില്ല ഇമ്മിണി കാശി. അത് പൊതിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിനാ അഹങ്കാരം. അല്ലാതെന്താ? കള്ളപ്പണം മോഷ്ടിക്കാം, ചെലവാക്കാൻ പാടില്ല. ഏതായാലും കള്ളനെന്ന് പേരുണ്ട്, എന്നാ പിന്നെ സ്ഥിരം ദൂരേക്ക് ജീവിച്ചൂടെ? ഈ പണിക്കരുടെ മാത്രം കക്കൂന്ന് എന്തിനത്ര വാശി പിടിക്കണേ? അതെനിക്ക് മനസ്സിലാവാത്തത്. എന്താ മിണ്ടാത്തെ? നിന്റെ കൊരവള്ളി പൊട്ടിയാ? ആണ്ടവൻ കക്കനയിൽ ഒരു കാമ്പുണ്ട് മോനെ.